LDF സർക്കാരിനെതിരെ ജനങ്ങൾ വിധിയെഴുതി തുടങ്ങിയെന്ന് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് UDF കല്യാശ്ശേരി മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പഴയങ്ങാടിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃക്കാക്കരയായാലും പുതുപ്പള്ളിയായാലും ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി മൂന്നിരട്ടി ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചതെങ്കിൽ ത്രിതല പഞ്ചായത്തിൽ നടന്ന ബൈ ഇലക്ഷനുകളിൽ എല്ലാം തന്നെ നമുക്ക് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചുവെങ്കിൽ ഏറ്റവും ഒടുവിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം എല്ലാ ജില്ലകളിലും അട്ടിമറി വിജയം നേടുവാൻ വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. നമുക്കറിയാം കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ പഞ്ചായത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ വലിയ ഭൂരിപക്ഷത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിരിക്കുന്നത്. എന്താണ് കാരണം? ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ വിധി എഴുതി തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. ഇത് കണ്ടിട്ടും പഠിക്കാൻ പിണറായി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷവും ഇവിടെ നടക്കുന്ന ഓരോ പിണറായി സർക്കാരിന്റെ ഓരോ നിലപാടുകളും എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും പലയിടങ്ങളിലും അട്ടിമറി വിജയം ഉണ്ടായിട്ടും ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും പിണറായി വിജയൻ പഠിച്ചില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെയെല്ലാം വിജയം നേടിയെടുക്കുവാൻ സാധിച്ചുവെങ്കിൽ കേരളത്തിൻ്റെയും ഭരണം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും എന്നതിൽ സംശയമില്ല. UDF സ്ഥാനാർത്ഥി രാജീവൻ കപ്പച്ചേരിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SKP സക്കറിയ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ KT സഹദുള്ള, രാജീവൻ കപ്പച്ചേരി, സുനിൽ പ്രകാശ്, V രാജൻ, സുരേഷ് ബാബു എളയാവൂർ, MP ഉണ്ണികൃഷ്ണൻ, നൌഷാദ് വാഴപ്പിൽ, ബ്രിജേഷ് കുമാർ, KV അലി, O ബഷീർ, SU റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. കല്യാശ്ശേരിയുടെ ചുവന്ന മണ്ണിൽ ഇക്കുറി അട്ടിമറി വിജയം നേടാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF കേന്ദ്രങ്ങൾ. അക്രമ രാഷ്ട്രീയത്തിനെതിരെയും വികസന മുരടിപ്പിനെതിരെയുമാണ് വോട്ട് തേടുന്നത്. വർത്തമാന ന്യൂസ് പഴയങ്ങാടി.